ഹലോ, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ടെക്സ്റ്റിൻ്റെ പേര് പൊളിറ്റിക്കൽ സയൻസ് ഐഡിയാസ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസ് എന്നാണ്. ഫസ്റ്റത്തെ മൊഡ്യൂളിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ മൊഡ്യൂൾ പൊളിറ്റിക്കൽ സയൻസ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. അതിൽ എ പാർട്ടും ബി പാർട്ടായിട്ടും 2 പാർട്ട് വരുന്നുണ്ട്. എ പാർട്ടിൽ ലോ, ലിബർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, മീനിങ് ആൻഡ് ഡയമെൻഷൻസ് ഇത്രയാണ് വരുന്നത്. ബി പാർട്ടിൽ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. എളുപ്പമുള്ള ഭാഗമാണ്, വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പം ടെക്സ്റ്റ് മുഴുവനായിട്ട് വായിച്ച് പോകുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് വായിക്കുക. ടെക്സ്റ്റ് ഉള്ളവർ മാർക്ക് ചെയ്ത് വെക്കുക, എക്സാമിന് പഠിക്കാൻ എളുപ്പമായിരിക്കും. ടെക്സ്റ്റ് ഇല്ലാത്തവർ നോട്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ലോയിൽ നിന്ന് തുടങ്ങാം. ലോ ഇൻ എ സിവിൽ സൊസൈറ്റി ലോസ് ആർ ഇന്നെവിറ്റബിൾ. ഒരു സിവിൽ സൊസൈറ്റിയിൽ ലോസ്, നിയമങ്ങൾ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ലോ ഈസ് നോട്ട് ഫോർ ദി സേക്ക് ഓഫ് ലോ ബട്ട് ഇറ്റ് ഈസ് ഫോർ ദി സേക്ക് ഓഫ് മാൻ. ലോസ് ആർ ദി റൂൾസ് ഓഫ് കണ്ടക്ട് ടു അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ഇൻ ദ സൊസൈറ്റി. അപ്പം നിയമം എന്ന് പറയുന്നത് നിയമത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് മനുഷ്യന് വേണ്ടി കൂടിയുള്ളതാണ്. ഒരു നിയമം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് നിയമം ഉണ്ടാക്കിയതല്ല, അത് മനുഷ്യന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് നിയമങ്ങൾ. ഈ നിയമങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ ഇങ്ങനെയൊക്കെ ആവരുത്, അങ്ങനെ ഒന്ന് പറയുന്നതാണ് ഈ ലോസ്, നിയമങ്ങൾ എന്ന് പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ സമൂഹത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഈ ലോസ് എന്ന് പറയുന്നത്. The state uses the laws to maintain peace and security in the society and to regulate the relations among individuals. The laws protect the weak from the threats of the strong and anti-social elements. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ സെക്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ അത് വീക്കായിട്ടുള്ള പീപ്പിൾ, ചിലപ്പം സമൂഹത്തിൽ കുറച്ച് വീക്കായിട്ടുള്ള പീപ്പിൾ ഉണ്ടാവും, അവരെ ബാക്കി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നിയമങ്ങളെന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് സോവറിൻ ആണെന്ന് നമുക്കറിയാം. അപ്പം ഈ സ്റ്റേറ്റ് എക്സസൈസ് ഇറ്റ്സ് സോവറിൻ പവർ ത്രൂ ഇറ്റ്സ് ലോസ്. നിയമങ്ങളിൽ കൂടെയാണ് അതിൻ്റെ സോവറിൻ പവർ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എവ്രി വയലേഷൻ ഓഫ് ലോ ഇസ് പണിഷ്ഡ് ബൈ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് ത്രൂ ഇറ്റ്സ് ലോസ് ദാറ്റ് സ്റ്റേറ്റ് ക്യാരീസ് ഔട്ട് ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പം നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പണിഷ്മെൻ്റ് ഉണ്ടാവും സ്റ്റേറ്റിൻ്റെ വക. അതുപോലെ തന്നെ അതിൽ കൂടെയൊക്കെയാണ് സ്റ്റേറ്റ് അതിൻ്റെ സോവറിനിറ്റി കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ലോസ് നിയമങ്ങളിൽ കൂടെയാണ് സ്റ്റേറ്റ് അതിൻ്റെ ഫങ്ഷൻസൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇനി മീനിങ് ആൻഡ് ഡെഫിനിഷൻസ്. ലോ എന്ന വേർഡിൻ്റെ മീനിങ്ങും അതുപോലെ ഡെഫിനിഷൻസുമാണ്. The word law has been derived from the Teutonic word lag, which means definite. On the basis of law can be defined as a definite rule of conduct and human relations. It also means a uniform rule of conduct which is applicable equally to all the people of the society. അപ്പം ലോ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ട്യൂട്ടോണിക് വേർഡ് ആയിട്ടുള്ള ലാഗ് എന്നാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിയമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ അല്ലെങ്കിൽ കുറച്ച് റൂൾസ്, ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണം എന്നുള്ള കുറച്ച് റൂൾസാണ്. അതേപോലെ തന്നെ അത് എല്ലാവരും ഒരുപോലെ പാലിക്കേണ്ടതാണ്, സമൂഹത്തിലുള്ള എല്ലാവരും ഒരുപോലെ പാലിക്കേണ്ടത് കൂടിയാണ്. In the view of Holland, a law is a general rule of external behavior enforced by a sovereign political authority. അപ്പം അത് ഓർത്തു വെക്കുക. എ ലോ ഇസ് ജനറൽ റൂൾ ഓഫ് എക്സ്റ്റേണൽ ബിഹേവിയർ. നമ്മൾ പുറത്ത് കാണുന്ന സ്വഭാവത്തിൻ്റെ, ഉള്ളിലുള്ളതിപ്പം ഒരു നിയമത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് കാണിക്കുന്ന ബിഹേവിയർ, സ്വഭാവത്തിൻ്റെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു നിയമം, ഇന്നത് ചെയ്യണം ചെയ്യരുത് എന്നുള്ളൊരു നിയമമാണ്. അത് ഇനി പറയുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ആ നിയമം നടപ്പിൽ വരുത്തുന്നത് സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റി. സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും, ഒരു അത്രയും ശക്തിയുള്ള ഒരു അതോറിറ്റി ആയിരിക്കും ആ ലോ കൊണ്ടുവരുന്നത്, അതല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുന്നത്. ഇനി നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ലോ. ലോ ഈസ് എ ജനറൽ റൂൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ദ സ്റ്റേറ്റ്. ഇപ്പം ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ ഒരു റൂളാണ് ലോ എന്ന് പറയുന്നത്. പിന്നെ ലോ ഈസ് ഡെഫിനിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് വിൽ ഓഫ് ദി സ്റ്റേറ്റ്. ഇപ്പം ലോ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും,
അത് നിയമങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയതോ അല്ലെങ്കിൽ എഴുതപ്പെട്ടതോ ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ അത് സ്റ്റേറ്റ് ആയിരിക്കും എൻഫോഴ്സ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നടപ്പിൽ കൊണ്ടുവരുന്നതൊക്കെ. സ്റ്റേറ്റ് ഓൾവേസ് ആക്ട് ത്രൂ ലോസ്. പിന്നെ സ്റ്റേറ്റ് എപ്പോഴും നിയമങ്ങളിൽ കൂടെ മാത്രമാണ് ആക്ട് ചെയ്യുള്ളൂ. സ്റ്റേറ്റിൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും നിയമങ്ങളിൽ കൂടെയാണ് അത് കാണിക്കുന്നത്. ലോ ക്രിയേറ്റ്സ് ബൈൻഡിങ് ആൻഡ് അതോറിറ്റീവ് വാല്യൂസ് ഓർ ഡിസിഷൻസ് ഓർ റൂൾസ് ഫോർ ദി പീപ്പിൾ ഓഫ് സ്റ്റേറ്റ്. ഇപ്പം നിയമം എന്ന് പറയുന്നത് അതൊരിക്കലും വെറുതെ പറഞ്ഞതുകൊണ്ട് നിയമമാവില്ല, അത് ബൈൻഡിങ് എഴുതപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ അതോറിറ്റീവായിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയതായിരിക്കും. അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുത്, അങ്ങനെയുള്ള നിയമങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് പാലിക്കേണ്ടത് പീപ്പിൾ ഓഫ് സ്റ്റേറ്റ്, ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ മൊത്തം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി സോവർണിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ലോ. അപ്പം നിയമത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് സോവർണിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിൻ്റെ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള പവറാണ്. പിന്നെ വയലേഷൻസ് ഓഫ് ലോസ് ആർ ഓൾവേസ് പണിഷ്ഡ്. നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ അത് പണിഷ് ചെയ്യപ്പെടും. ദ കോർട്ട് സെറ്റിൽസ് ഓൾ ഡിസ്പ്യൂട്ട്സ് എമംഗ് ദ പീപ്പിൾ ഓൺ ദി ബേസിസ് ഓഫ് ലോ. ഇനി ജസ്റ്റിസ് അല്ലെങ്കിൽ കോർട്ട് നിയമം വെച്ചിട്ടായിരിക്കും ആളുകളിൽ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തീർപ്പാക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ഈച്ച് സ്റ്റേറ്റ് ദർ ഇസ് ഓൺലി വൺ ബോഡി ഓഫ് ലോ. എല്ലാ സ്റ്റേറ്റിലും നിയമത്തിൻ്റെ ഒറ്റ ബോഡിയാണ് ഉണ്ടാവുക, നിയമം ഉണ്ടാക്കുന്നതായിട്ട് ഒറ്റ ബോഡിയാണ് ഉണ്ടാവുക. നെക്സ്റ്റ്, ലീഗലി ലോ ഇസ് എ കമാൻഡ് ഓഫ് ദി സോവറിൻ. ലോ നിയമം എന്ന് പറയുന്നത് സോവറിൻ ആയിട്ടുള്ള ഒരു പവറിൻ്റെ കമാൻഡ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റേറ്റാണ് സോവറിനെങ്കിൽ സ്റ്റേറ്റിൻ്റെ കമാൻഡ് ആയിരിക്കും ലോ എന്ന് പറയുന്നത്. The purpose of law is to provide peace, protection and security to the people. Law also provides protection to the rights and freedom of the people. ഇപ്പം ഈ നിയമം എന്ന് പറയുന്നത് അതെന്തിനാണ്, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പ്രൊവൈഡ് പീസ്, സമാധാനം ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സംരക്ഷണം ഉറപ്പിക്കാൻ, സെക്യൂരിറ്റി ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ ആളുകളുടെ ഫ്രീഡം, റൈറ്റ്സും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി റൂൾ ഓഫ് ലോ, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഫോർ ഓൾ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ആർ റെക്കഗ്നൈസ്ഡ് ആസ് ദി ഫീച്ചേഴ്സ് ഓഫ് എ മോഡേൺ ലീഗൽ സിസ്റ്റം. അപ്പം ഇപ്പോഴത്തെ അല്ലെങ്കിൽ മോഡേൺ ഒരു സിസ്റ്റത്തിൽ ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ സംരക്ഷണം, ഇതൊക്കെയാണ് മോഡേൺ ലീഗൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മോഡേൺ ലീഗൽ സിസ്റ്റം ഉറപ്പാക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സോഴ്സസ് ഓഫ് ലോ. എവിടെ നിന്നൊക്കെയാണ് നിയമങ്ങൾ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സോഴ്സസ് എവിടെയാണ്, ഉറവിടങ്ങൾ എവിടെയാണെന്നുള്ളതാണ്. ഫസ്റ്റ്, കസ്റ്റംസ്. Customs has been one of the oldest sources of law. In ancient times, social relations gave rise to several usages, traditions, and customs. These were used to settle the disputes among the people. Customs were practiced habitually, and violations of customs were disapproved and punished by the society. Initially, social institutions began working on the basis of സെവറൽ അക്സെപ്റ്റഡ് കസ്റ്റംസ്. അപ്പം കസ്റ്റംസ് എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് സോഴ്സ് ഓഫ് ലോ ആണ്. ഏറ്റവും ആദ്യം നിയമം ഉണ്ടായിട്ടുള്ളത് കസ്റ്റംസിൽ നിന്നാണ്. അപ്പം പണ്ടത്തെ കാലത്ത് ഒരുമിച്ച് ജീവിക്കുമ്പം അവരുടെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് അവർക്കുള്ളതായിട്ടുള്ള ചില കസ്റ്റംസും ട്രഡീഷൻസൊക്കെ ഉണ്ടായിരുന്നു. ആ കസ്റ്റംസും ട്രഡീഷൻസും അത് അവർ പിന്തുടർന്നു കൊണ്ടിരുന്നതാണ്. ഇപ്പം ഒരു പാരൻസിൽ നിന്ന് മക്കളിലേക്ക് അങ്ങനെ ഹാബിച്വലി ആയിട്ടും അവരത് പാലിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും അത് പാലിക്കാതിരിക്കുമ്പം അതിന് വയലേഷൻസ് ഉണ്ടാകുമ്പോൾ അതിന് പണിഷ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയപ്പം സ്കൂളുകളാണെങ്കിലും ഒക്കെ ഈ കസ്റ്റംസ് വെച്ചിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഗ്രാജുവലി ദ സ്റ്റേറ്റ് എമേർജ്ഡ് ആസ് ദി organized political institution of the people having the responsibility to maintain peace, law and order. Naturally, it also began acting by making the enforcing rules based upon customs and traditions. പിന്നീട് സ്റ്റേറ്റ് വന്ന ശേഷം സ്റ്റേറ്റ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ
ഉയർന്നു വന്നതിന് ശേഷം സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പീസും സമാധാനവും നിയമവും അല്ലെങ്കിൽ ഒരു ഓർഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്തു, ഈ കസ്റ്റംസിനെ ബേസ് ചെയ്തിട്ട് റൂൾസ് നിയമങ്ങളുണ്ടാക്കി. അങ്ങനെയാണ് നിയമങ്ങളുടെ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് കസ്റ്റംസ് ആണ്. ഇനി നെക്സ്റ്റ് റിലീജിയൻ ആൻഡ് മൊറാലിറ്റി. റിലീജിയൻ ആൻഡ് റിലീജിയസ് കോഡ്സ് അപ്പിയർഡ് നാച്ചുറലി in every society when human beings began observing, enjoying and fearing natural forces. These were accepted as superior heavenly forces and worshipped. അപ്പം നേച്ചുറലായിട്ടുള്ള ഇപ്പോൾ ഭൂമിയിലുള്ള മഴയാണെങ്കിലും അതല്ലെങ്കിൽ ഇടിമിന്നലാണെങ്കിലും അതിനൊക്കെ മനുഷ്യർ പേടിക്കാനും ഒബ്സേർവ് ചെയ്യാനും അങ്ങനെ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടത്താനും അതുപോലെ അതൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് റിലീജിയനും റിലീജിയസ് കോഡ്സും ഒക്കെ ഉണ്ടായത്. ഇത് പിന്നീട് ഒരു ദൈവം അല്ലെങ്കിൽ അങ്ങനെ അവരെന്ത് ചെയ്തു, ദൈവമായി കാണാൻ തുടങ്ങി, ആരാധിക്കാനൊക്കെ തുടങ്ങി. റിലീജിയൻ ദെൻ സ്റ്റാർട്ടഡ് regulating the behavior of people and began invoking godly sanction, fear of hell and possible fruits of heaven for enforcing religious codes. പിന്നീട് റിലീജിയന് മനുഷ്യരുടെ സ്വഭാവങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി, അതല്ലെങ്കിൽ അതിന് പരിമിതികളും അതിന് നിയമങ്ങളും വെക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നിയമങ്ങൾ വയ്ക്കുമ്പം അതിന് ദൈവത്തിൻ്റെ ഒരു സാമീപ്യം, അതുപോലെ തന്നെ നരകമുക്തി അല്ലെങ്കിൽ നരകത്തിനെ പറ്റിയിട്ടുള്ള പേടി, സ്വർഗത്തിൽ നിന്ന് കിട്ടാനുള്ള ഗുണങ്ങൾ, ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ നിയമങ്ങൾ അവരിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പേടിച്ചിട്ടാണ് അവർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി the state converted several moral and religious rules into its laws. അപ്പോൾ നേരത്തെ നമ്മൾ കസ്റ്റംസ് പിന്നീട് സ്റ്റേറ്റ് ലോ ആക്കി എന്ന് പറഞ്ഞതുപോലെ തന്നെ റിലീജിയൻ്റെ അല്ലെങ്കിൽ റിലീജിയസ് റൂൾസും മോറൽ റൂൾസും ഒക്കെ പിന്നീട് സ്റ്റേറ്റ് ഇതുപോലെ നിയമങ്ങളാക്കി മാറ്റി. Hence religion and morality have also been important sources of law. അതുകൊണ്ട് തന്നെ റിലീജിയനും അല്ലെങ്കിൽ മൊറാലിറ്റിയും ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ലോ ആണ്. നെക്സ്റ്റ് ലെജിസ്ലേച്ചർ. Since the emergence of legislatures in 13th century, legislature has emerged as the chief source of law. അപ്പം 13th സെഞ്ച്വറിയിലെ ലെജിസ്ലേച്ചർ വന്നതിന് ശേഷം പിന്നെ ലെജിസ്ലേച്ചർ ആയിരുന്നു ഏറ്റവും ചീഫ് സോഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്. ട്രഡീഷണലി ദ സ്റ്റേറ്റ് ഡിപ്പെൻഡ് അപ്പോൺ കസ്റ്റംസ് ആൻഡ് ദി ഡിക്രീസ് ഓർ ഓർഡേഴ്സ് ഓഫ് ദി കിങ് ഫോർ റെഗുലേറ്റിംഗ് ദി ബിഹേവിയർ ഓഫ് ദി പീപ്പിൾ. ലേറ്റർ ഓൺ the legislature emerged as an organ of the government. അപ്പം ലെജിസ്ലേച്ചറിൻ്റെ മുന്നേ കസ്റ്റംസും അതുപോലെ തന്നെ കിങ് രാജാക്കന്മാരുടെ ഓർഡേഴ്സ് അതൊക്കെ ആയിരുന്നു നിയമങ്ങൾക്ക്, അല്ലെങ്കിൽ അതായിരുന്നു നിയമം മനുഷ്യരുടെ സ്വഭാവം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിന് ശേഷം ലെജിസ്ലേച്ചർ വന്നു. ഒരു ഗവൺമെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡി ഓർഗനായിട്ടോ ലെജിസ്ലേച്ചർ വന്നു. It began transforming the customary rules of behavior into definite and enacted rules of the behavior of the people. അപ്പം അത് കസ്റ്റമറി റൂൾസിനൊക്കെ പിന്നീട് എന്താക്കി മാറ്റി, ഈ ലെജിസ്ലേച്ചർ അതൊരു ശരിക്ക് ആക്റ്റായിട്ടുള്ള ഒരു റൂളാക്കിയിട്ട് മാറ്റി. The king as the sovereign started giving these his approval. Soon the legislature emerged as chief source of law and the legislature got recognition as the legal sovereign. അപ്പം പിന്നീട് ലെജിസ്ലേച്ചറായി ചീഫ് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ലീഗൽ സോവറിനിറ്റിയും ലെജിസ്ലേച്ചറിന് കിട്ടി. ഇനി നെക്സ്റ്റ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ബിക്കോസ് ഓഫ് സെവറൽ പ്രസിംഗ് റീസൺസ് ലൈക്ക് paucity of time, lack of expertise and increased demand for making law, the legislature of a state finds it essential to delegate some of its law making power to the executive. അപ്പം പിന്നീട് ഈ ലെജിസ്ലേച്ചറിന് കുറച്ച് സമയത്തിൻ്റെ പരിമിതി കൊണ്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കുറവ് കൊണ്ടോ ലോ മേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടി വന്നതുകൊണ്ടൊക്കെ ലെജിസ്ലേച്ചറിന് ഒറ്റയ്ക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതെ വന്നപ്പോഴാണ് പിന്നീട് എക്സിക്യൂട്ടീവിനെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ലോ മേക്കിങ്ങിനുള്ള പവർ എക്സിക്യൂട്ടീവിന് കൂടി കൊടുക്കുന്നത്. ദ എക്സിക്യൂട്ടീവ് ദെൻ മേക്സ് ലോ ഓർ റൂൾ അണ്ടർ ദിസ് സിസ്റ്റം. അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് റൂൾസോ അല്ലെങ്കിൽ ലോസോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇറ്റ് ഈസ് നോൺ ആസ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. അവരെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ജുഡീഷ്യൽ ഡിസിഷൻ. In contemporary times, judicial decision has come to be an important source of law.
It is the responsibility of the court to interpret and apply law to specific cases. അപ്പം പിന്നീട് ജുഡീഷ്യൽ ഡിസിഷൻ, ജുഡീഷ്യറി എടുക്കുന്ന എന്തെങ്കിലും ഡിസിഷന് അത് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ആയിട്ട് മാറി, നിയമത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമായിട്ട് മാറി. അപ്പം ചില കേസുകളിൽ ജുഡീഷ്യറി ആയിരിക്കും ഡിസിഷൻ എടുക്കുക. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് ജുഡീഷ്യറി അതിൽ ഡിസിഷൻ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നീട് നിയമമായിട്ട് മാറും, ജുഡീഷ്യറി എടുക്കുന്ന നിയമങ്ങളായിട്ട് വരും. അതാണ് ഈ ജുഡീഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത്. The decisions of the courts, that is judicial decisions, are binding on the parties to the case. These also get accepted as laws for further cases, but not all judicial decisions are law. അപ്പം ഒരു കേസിൽ ജുഡീഷ്യറി പറഞ്ഞിട്ടുള്ള ഒരു ഡിസിഷൻ അത് പിന്നീട് ലോ ആയിട്ട് അംഗീകരിക്കാൻ, വേറെ അതേ സെയിം കേസുകൾ പിന്നീട് വരുമ്പോൾ അതൊരു നിയമമായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാ ജുഡീഷ്യൽ ഡിസിഷൻസും നിയമങ്ങളാവാറില്ല. ഇനി നെക്സ്റ്റ് ആണ് ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് fairness and sense of justice. It is also a source of law. For deciding cases, the judges interpret and apply laws to the specific cases, but laws cannot fully fit in each case, and these can be silent in some respects. അപ്പം ഇക്വിറ്റി ആണ് നെക്സ്റ്റ്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള ഒരു സെൻസ് എന്ന് പറയുന്നതാണ്. അതും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ ആണ്, ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇൻ സച്ച് കേസസ് ദ ജഡ്ജസ് ഡിപ്പെൻഡ് ഓൺ ഇക്വിറ്റി ആൻഡ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദയർ സെൻസ് ഓഫ് ഫെയർ പ്ലേ ആൻഡ് ജസ്റ്റിസ്. ചില കേസുകളിൽ കോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അവരെന്ത് ചെയ്യും, അവിടെ ഇക്വിറ്റി നോക്കും, ആർക്കാണ് നീതി കിട്ടേണ്ടത് എന്നുള്ളത് നോക്കും, എന്നിട്ട് അവർ നിയമങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വിറ്റി എന്ന് പറയുന്നതും ഒരു സോഴ്സ് ഓഫ് ലോ ആണ്. നെക്സ്റ്റ്, പബ്ലിക് ഒപ്പീനിയൻ. ഇൻ മോഡേൺ ഡെമോക്രസീസ് പബ്ലിക് ഒപ്പീനിയൻ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ലോ മേക്കിംഗ്. Laws which are framed keeping in view of public opinion are easily and readily obeyed by the people. അപ്പം ഈ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ പബ്ലിക് ഒപ്പീനിയനും ലോ മേക്കിങ്ങിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പം പബ്ലിക് ഒപ്പീനിയൻ്റെ പ്രകാരം ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് എടുത്തൊരു നിയമമാണെങ്കിൽ അത് ആളുകൾ വേഗം അനുസരിക്കുകയും ചെയ്യാറുണ്ട്. ഇനി സയൻറ്റിഫിക് കമൻട്രീസ്. The work of eminent jurists always includes scientific commentaries on the constitution and the law of each state. These are used by courts for determining the meaning of law. It helps the court to interpret and apply laws. ചില സമയത്ത് സയൻറ്റിഫിക് കമൻട്രീസ് നടത്താറുണ്ട്. സയൻറ്റിഫിക് കമൻട്രീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിക്കാറോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ നിയമമായിട്ട് കൊണ്ടുവരാറോ ഉണ്ട്. അതേപോലെ തന്നെ കോടതികൾ നിയമം പറയുമ്പോഴും ഈ സയൻറ്റിഫിക് കമൻട്രീസ് യൂസ് ചെയ്യാറുണ്ട്. Scientific commentaries always help the development and evolution of law. Hence, these also constitute a source of law. അപ്പം സയൻറ്റിഫിക് കമൻട്രീസ് ഈ പറഞ്ഞ പോലെ നിയമങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, എവല്യൂഷന് വേണ്ടിയിട്ടൊക്കെ നിയമങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടി സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിയമങ്ങളുടെ സോഴ്സിൽ ഒരു സോഴ്സായിട്ട് സയൻറ്റിഫിക് കമൻട്രീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി thus law has several sources. However, in contemporary times, lawmaking by the legislature constitutes the chief source of law. അപ്പം നിയമങ്ങൾക്ക് ഒരുപാട് സോഴ്സസ്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞതൊക്കെ അതിൻ്റെ സോഴ്സസ് ആണ്. എങ്കിൽ കൂടിയും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചീഫായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ലെജിസ്ലേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോഴ്സസ് ഓഫ് ലോ. ഇനി നമുക്ക് കുറച്ചും കൂടി വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് ലോവും സിഗ്നിഫിക്കൻസ് ഓഫ് ലോവും. നെക്സ്റ്റ് ക്ലാസ്സിൽ അതെടുക്കാം. ഓക്കെ.